Fashion Event 2024. Lighting ceremony aanu. I welcome Mrs. Shaila Ravi, mother of Smriti Anish, to light the lamp. And I welcome the chief guest, Mrs. Ponnu Anna Manu, YouTuber, to the stage. അറിവിന്റെ പൂക്കൾ നിൻ പദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ഇത്രയും കാലവും ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഓൺലൈനിലൂടെ മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതുപോലുള്ള ഇവൻറ്റ്സിൽ മാത്രമാണ്. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ ഡെയിലി കാണാറുണ്ട്, പക്ഷേങ്കിൽ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഈ ഒരു ഇവൻറ്റിൽ നിങ്ങളൊരു ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷനിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ അങ്ങനെയുള്ള യാതൊരുവിധ സ്ഥാനങ്ങളും അല്ല ഞാൻ നോക്കുന്നത്. നിങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ 6-7-8 മാസത്തെ നിങ്ങളുടെ കഷ്ടപ്പാടാണ് നിങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം പഠിപ്പിച്ചു തന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി, നിങ്ങൾക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ എല്ലാം ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഈ കേക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റ് പൊന്നു അന്ന മനു ആളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്തതാണ്. സ്മൃതി ചേച്ചിക്ക് ഗിഫ്റ്റ് ചെയ്ത കേക്കാണിത്. അപ്പം ഐ ഇൻവൈറ്റ് മിസ്റ്റർ ആൻഡ് മിസസ് അനീഷ് ടു ദ സ്റ്റേജ് ടു കട്ട് ദ കേക്ക്. മാമിൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് എല്ലാവരും സ്റ്റേജിലോട്ട് വരണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് യു കം ടു ദ സ്റ്റേജ്. എല്ലാവരും വാ. ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണിത്. ഒരുപാട് 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 സന്തോഷം. ഇങ്ങനൊരു കാര്യം എനിക്ക് അറേഞ്ച് ചെയ്യുന്ന പൊന്നുവിനോട് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും പേരും സ്ഥലം എവിടാന്നും കൂടെ പറയോ? ആരും പോകരുത്, സ്റ്റേജിൽ നിന്ന് ആരും പോകരുത്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് അറിയണ്ടേ ഇവരുടെ പേരും സ്ഥലവും ഒക്കെ അറിയണ്ടേ? മേഴ്സി, ഞാൻ പഠിക്കുന്നത് 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ലക്ഷ്മി പ്രിയ, ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ പേര് രശ്മി, ഞാൻ 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് പഠിക്കുന്നത്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ബബിത, ഞാൻ പന്തളം പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബേസിക് കോഴ്സിനാണ് സത്യത്തിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം എങ്ങനെ ഇത് പഠിപ്പിക്കുന്നത് ശരിയാകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ടീച്ചറിനെ കാണുകയും ഇവിടുത്തെ ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞാനത് അപ്ഗ്രേഡ് ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ പേര് ജ്വാല, ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഫസ്റ്റ് ഇയർ ഫാഷൻ ഡിസൈനിങ്. ധന്യ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. 1 ഇയർ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ശില്പ, കോയമ്പത്തൂരിലാണ് 6 മന്ത് കോഴ്സാണ് പഠിക്കുന്നത്. ഹായ് ഓൾ, എൻ്റെ പേര് വീണ, എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഞാൻ ആക്ച്വലി 6 മന്ത് കോഴ്സായിരുന്നു ആദ്യം എടുത്തിരുന്നത്. പിന്നെ മാമിൻ്റെ ക്ലാസ് കണ്ടു, എന്നെ വളരെ ഇംപ്രസ്ഡ് ആയി. എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞാൻ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് എടുത്തു. അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. എൻ്റെ പേര് ബിന്ദിയ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. 1 ഇയർ ഡിപ്ലോമയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് സുസ്മിത, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നത്. 1 ഇയർ ഡിപ്ലോമയാണ്. ഐ ആം ആതികാബി ഫ്രം മണ്ണാർക്കാട്. 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. എൻ്റെ പേര് അഞ്ജു, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ശ്രീതു, ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഞാൻ 1 ഇയർ കോഴ്സാണ് ചെയ്യുന്നത്. ഞാൻ സുഹറ, 1 ഇയർ ഡിപ്ലോമ ചെയ്യുന്നു. മലപ്പുറത്തുനിന്ന് വരുന്നു.
എൻ്റെ പേര് സ്റ്റെഫി, ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നു. എൻ്റെ പേര് അമൃത, ഞാൻ പൊന്നാനിയിൽ നിന്നാണ്. എൻ്റെ പേര് രേവതി, ഞാൻ 1 ഇയർ ഡിപ്ലോമയാണ് ചെയ്യണത്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. എൻ്റെ പേര് കാർത്തിക, ഞാൻ കായംകുളത്തു നിന്നാണ് വരുന്നത്. 1 ഇയർ കോഴ്സാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ലിയ, ഞാൻ 2 മന്ത് കോഴ്സാണ് ചെയ്തത്. വെച്ചൂരിൽ നിന്നാണ് വരുന്നത്, വൈക്കം. എൻ്റെ പേര് സന്ധ്യ, ഞാൻ 6 മന്ത് കോഴ്സാണ് ചെയ്യുന്നത്. ഞാൻ ഗോവയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് രശ്മി, ഞാൻ പുല്ലാട് നിന്നാണ് വരുന്നത്. 55 ഗവൺമെൻറ്റിൻ്റെ. എൻ്റെ പേര് സ്വപ്ന, ഞാൻ തിരുവല്ല എന്നാണ് വരുന്നത്. 3 മന്ത് കോഴ്സാണ് ചെയ്യുന്നത്. ഇത്രയും പെൺതരികൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഡിപ്ലോമയിലുള്ള ഒരാൺ തരി മാറി നിന്നു. എന്നോട് പറഞ്ഞു, മിസ്സേ ഇത്രയും പേരുടെ ഇടയിലോട്ട് ഞാൻ മനഃപൂർവ്വം വരാഞ്ഞാന്ന്. അപ്പം ഞാൻ കൈയോടെ ആളെ ഇങ്ങി പൊക്കി. നമ്മുടെ 1 ഇയർ ഡിപ്ലോമ പഠിക്കുന്ന ഒരു ആൺ തരിയാണിത്, ഇത്രയും പെൺപിള്ളേരുടെ ഇടയിൽ. അപ്പോൾ അടുത്ത വർഷത്തെ ആൾക്കാർക്ക് സാമുവൽ സാർ ഒരു വെല്ലുവിളിയാണ് എന്ന് പ്രതീക്ഷിക്കാമല്ലോ. സീനിയർ അക്കൗണ്ടൻ്റ് ആണ്. നമ്മുടെ ഓൺലൈനിലൂടെ നമ്മൾ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാൻ സാറിന് മൈക്ക് കൊടുക്കാം. താങ്ക് യു. എൻ്റെ പേര് സാമുവൽ എബ്രഹാം, കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ 1 ഇയർ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. എസ്റ്റെക്കിനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. നല്ല ക്ലാസ്സുകൾ നല്ല മനോഹരമായി നല്ല ഭാഷയിൽ കൃത്യമായി മനസ്സിലാകത്തക്ക വിധം പറഞ്ഞു തരുന്നുണ്ട്. അതുതന്നെയാണ് എനിക്കിന്ന് ചേരാനുള്ള ഒരു ഇൻസ്പിറേഷൻ. എനിക്കിവിടെ പഠിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. മിസ്സിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു. സാമുവൽ സാർ നമ്മുടെ ആദ്യത്തെ അതായത് നമ്മുടെ ഇത്രയും പെൺതരികൾക്കിടയിലുള്ള ഒരു ആൺതരി. ഇനി പക്ഷേങ്കിൽ നമുക്ക് വരുന്ന വർഷത്തിൽ വേറെ 3 പേരുണ്ട്. അവരോട് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് നമ്മൾ ജെൻസിനെയും കൂടെ നമ്മൾ അഡ്മിഷൻ എടുത്തത്. അതുപോലെ ആവശ്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം. എന്നാലും വീണ്ടും എല്ലാവരോടും ഒരു താങ്ക്സോട് പറയുന്നു, എല്ലാവരും വേദിയിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഇസ, ഞാൻ 1 ഇയർ ഡിപ്ലോമയാണ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് വരുന്നു. പേര് ഫാത്തിമ സഹദിയ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ആതിര, ഞാൻ കോഴിക്കോട് വടകരയിൽ നിന്ന് വരുന്നു. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ പേര് നീതു, ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു. 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ പേര് ജിൽജ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്. എൻ്റെ പേര് അനുശ്രീ, ഞാൻ 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. കൊല്ലത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് പ്രീത, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പേര് അശ്വതി, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. നിങ്ങളിവിടെ കണ്ടു അല്ലേ, ഏതൊക്കെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നേക്കുന്നത്, ഓൺലൈൻ സ്റ്റുഡൻസ്. അപ്പം മാം മുമ്പേ പറഞ്ഞു UK വരെ മാമിനൊരു പാഴ്സൽ വന്നു അല്ലേ. അപ്പം എന്തോരം വാസ്റ്റാണ് എസ്റ്റെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നത്, വാസ്റ്റായിട്ടാണ് ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് സ്റ്റേജിൽ വന്ന എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ശ്രുതി മാം. I invite the first section of models for the ramp.
കഴിഞ്ഞ വർഷവും ഞാൻ തന്നെയായിരുന്നു സ്മൃതിയുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. ഇവിടെ ഇപ്പോൾ 3 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഓൺലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അത്ഭുതവും തോന്നുന്നു. കാര്യം നമ്മളൊരു ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താ ചെയ്യുക, നമ്മളുടെ കയ്യിലൊരു ആ പ്രോഡക്റ്റ് കിട്ടുന്നോടം വരെ ഭയങ്കര ടെൻഷനാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യും. ഇതിപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങളെ ഇത്രയും ഭംഗിയായിട്ട് പഠിപ്പിച്ചതിൽ സ്മൃതിക്ക് ഒരു കയ്യടി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എൻ്റെ പേര്, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പൊന്നു അന്ന മനു. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഞാൻ എൻ്റെ വീഡിയോകളിലോടെല്ലാം മിക്കപ്പോഴും പറയുന്നത് സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവണം, എങ്ങനെ സമ്പാദിക്കണമെന്ന് സ്മൃതി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് സ്റ്റുഡൻസുകളുണ്ട്. ഇവിടെ വരുമ്പോഴും എപ്പോഴും അവൾ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ ഈ പ്രോഗ്രാമിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് ഓൺലൈൻ സ്റ്റുഡൻസിനെ കാണാനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ഈ ഒരു കാര്യം മുന്നോട്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. മിക്കപ്പോഴും വിളിക്കും, ടെൻഷൻ കൂടുമ്പോഴൊക്കെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ പറയുക, അവൈലബിൾ ആവുക എന്നുള്ളതാണല്ലോ. ഞാനും എൻ്റെ കാര്യങ്ങളിൽ തിരക്കാണെങ്കിൽ പോലും ഞാൻ അവൾക്ക് സമയം കൊടുക്കും. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ സ്മൃതിയെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 14 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. കഴിഞ്ഞ വർഷവും ചീഫ് ഗസ്റ്റായിട്ട് എന്നെ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അതിലും ഒരുപാട് എന്താ പറയുക, ഈ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ഹൈപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ അന്ന് ആ ഒരു നവംബറിലായിരുന്നു ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് ശേഷം ഞങ്ങൾ അന്ന് രാത്രി ഏകദേശം 1 മണി വരെയെങ്കിലും സംസാരിച്ചു അടുത്ത പ്രോഗ്രാം എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു ഹാള് ബുക്ക് ചെയ്ത് ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പാണ്. അന്ന് തൊട്ട് ഞങ്ങളിങ്ങനെ പ്രിപ്പയർ ആണ്, എങ്ങനെ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളതും. എന്നാൽ ഇവിടെ വന്ന് ഇറങ്ങിപ്പോൾ ഒരു 3 റൗണ്ടോളം കണ്ടു. വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എങ്കിൽ പോലും സ്മൃതി എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുക, വളരെയധികം നിങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു കൈത്തൊഴിലാവട്ടെ, ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരായിരിക്കാം, അവർ പഠിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വരുന്നതായിരിക്കും ഫാഷൻ ഡിസൈനിങ് എന്ന് പറയാം. അത് സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ ഇത്രയും പഠിച്ചാൽ മതി, അവർ ഇത്രയും അറിഞ്ഞാൽ മതി എന്നുള്ളതല്ല. സ്മൃതിക്ക് എന്തറിയാവോ അത് നിങ്ങളിലോട്ട് പകർന്നു തരാനായിട്ട് 100% ആള് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇല്ലേ? ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഞാൻ സ്മൃതിയുടെ ഫ്രണ്ടാണെന്ന് പറയുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. വൺസ് അഗെയിൻ എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിച്ചിരുന്ന എല്ലാവരെയും വീണ്ടും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എൻ്റെ പേര് സന്ധികല ആർ. ഞാൻ പരുമല മാർ ഗ്രിഗോറിയസ് കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഈ ഒരു ഷോയിൽ എന്നെ ജഡ്ജായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൃതി ഞാനും കൂടി ഒരു 10 ഇയേഴ്സിലെ ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട്, ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിലൊക്കെ ഒരുമിച്ചിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയൊക്കെ മുമ്പോട്ട് നീങ്ങിയിരുന്ന, അതിൽ നിന്നതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജിലേക്ക് മാറുകയും സ്മൃതി അതിൽ നിന്നെല്ലാം ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പുതിയതായിട്ട് തന്നെ ഞങ്ങളെയൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ പറയാറുണ്ട് പലപ്പോഴും സ്മൃതിയോട്, കോളേജിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യും. കാരണം എൻ്റെ കുട്ടികളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുമായി തീരാം എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഞങ്ങളൊക്കെ ഡിഗ്രി ലെവലിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു സെമസ്റ്ററിലാണ് നമുക്കൊരു ഫൈനൽ കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് വരുന്നത്. അതിൻ്റെ അകത്ത് തീം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഇൻസ്പിറേഷൻ ബോർഡുണ്ട്, മൂഡ് ബോർഡുണ്ട്. ഇത് ഞങ്ങൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മാസത്തെ കഷ്ടപ്പാടാണ്. അത്
ഓൺലൈനിൽ കൂടെ വളരെ ഭംഗിയായിട്ട് ഇവിടെ വന്ന് അവർ പ്രസൻറ്റ് ചെയ്യുമ്പോഴും മെഷർമെൻറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ മോഡൽസിൻ്റെ മെഷർമെൻറ്റ്സിനനുസരിച്ചിട്ട് തന്നെ എങ്ങനെ ആ ക്ലാസ്സുകൾ കൊടുത്തത് കൊണ്ടാകാം അവരിവിടെ ആ ഒരു പെർഫോം ചെയ്തത്. ഞാൻ അത് തന്നെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഗൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ഈച്ച് ആൻഡ് എവറി വൺ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പുറകിൽ നിന്നെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ സ്മൃതി എന്തോരം എഫോർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ. അത് തന്നെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. പിന്നെ ഒരു ഷോ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. പൊന്നു മേഡം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പം തന്നെ ഒത്തിരി ആലോചിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടപ്പാടും ഒത്തിരി കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷമേ നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസിനാണ് ഏറ്റവും വലിയൊരു അംഗീകരിക്കപ്പെടുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഡിസൈൻ ചെയ്യാം അല്ലേ. വീട്ടിലിരുന്ന് ആർക്കും വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ആ ഡിസൈൻ ചെയ്തത് നമുക്ക് ഒരിടത്ത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരിലോടും എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അല്ലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ ഒരു അവസരം തന്ന എസ്റ്റെക്കിനോട് തന്നെ ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ, ഞാൻ സ്മൃതിയുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിൻ്റെ അകത്ത് തോന്നുന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ സ്മൃതിയോട് ചോദിച്ചു, സ്മൃതി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ചേച്ചി അതൊരു കാര്യമുണ്ട്, നമുക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ട്, പക്ഷെ ഒന്നും അറിയാൻ വയ്യാത്തൊരു കാണുമായിരിക്കും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു. അപ്പം ആ ആള് എത്രമാത്രം ആ ഒരു കുട്ടിയോടുള്ള ആ ഒരു അതിനനുസരിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. കാരണം അത്രയും എത്ര അറിയാവുന്നവരെ ഞാൻ ചില സമയത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചില ടേംസൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് വിടും. പിന്നെ ആലോചിക്കുന്നത് അവരുടെ ഒന്നുകൂടെ പറയണമല്ലോ, കാരണം ആ കുട്ടികൾ തിരിച്ചതിലേക്ക് എത്തണമല്ലോ എന്നുള്ളത്. സ്മൃതി അതൊക്കെ എന്ത് കറക്റ്റായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലതിനൊക്കെ ഞാൻ കമൻറ്റുകൾ പറയും, ഇന്നതാണ് അതിനകത്ത് ഇന്നത് നന്നായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. കാരണം സ്മൃതിയുടെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഓരോ പാറ്റേണും വളരെയധികം കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും മൂഡ് ബോർഡും തീം ബോർഡ്സും എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് കയ്യിലൊക്കെ ഇരിക്കുന്ന കണ്ടു എല്ലാവരുടെയും. അപ്പം അതിനും എങ്ങനെയാണ് അത് ഓൺലൈനിൽ കൂടെ അവരിലേക്ക് അത് എത്തിച്ചതെന്നോ അല്ലെങ്കിൽ അത് ഇവിടെ വരെ എത്തിച്ചതെന്നൊക്കെ പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുണ്ട്. ആ ഒരു കഷ്ടപ്പാടിൻ്റെയും എല്ലാത്തിൻ്റെയും ടോട്ടൽ ഒരു ഫലമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ജഡ്ജ്മെൻറ്റിന് ഇരിക്കുമെന്ന് പറഞ്ഞാലും വളരെയധികം കട്ടിയാണ്. എല്ലാവരുടെയും ഗാർമെൻറ്റ്സ് ഒന്ന് നോക്കി അല്ലെങ്കിൽ എന്താണെന്ന് എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ നാളെ ചെന്നിട്ട് ഞാൻ കോളേജിൽ പറയുന്നുണ്ട്, എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട്, കണ്ടുപഠിക്കാൻ പറയാം, എസ്റ്റെക്കിലെ കുട്ടികളെ കണ്ടുപഠിക്കാൻ പറയാം. കാരണം ഓൺലൈനിൽ ഇത്രയൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ ഞങ്ങൾ അവിടെ പോയിരുന്ന് പഠിപ്പിക്കുന്നതിനൊന്നും ഇത്രയും പ്രയോജനം അല്ലെങ്കിൽ ഇത്ര ഇതായിട്ട് വരുന്നുണ്ടെന്ന് അറിയത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം, ഡിഗ്രി ലെവലിലെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കിത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു പ്രായത്തിലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ കൂടുതൽ വന്നതും അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് വന്നിരുന്നത് അല്ലേ. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, സ്റ്റേജിൽ കയറിയവർക്കും സ്മൃതിക്കും എല്ലാവർക്കും എസ്റ്റെക് ഫാമിലിക്കും. ഓക്കെ, താങ്ക് യു.
എൻ്റെ പേര് ജയശ്രീയാണ്. ഞാൻ മലയാളി അല്ല. ഐ എം ഫ്രം ബാംഗ്ലൂർ. ഇവിടെ ഒരു 12 years ആയിട്ടുണ്ട്. എൻ്റെ മോഡലിൻ്റെ പേര് ഫർസാന. ഈ ഒരു ഗാർമെൻറ്റ് ഡിസൈൻ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എനിക്ക് ട്രഡീഷണൽ വേസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ ബാംഗ്ലൂർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള മോഡൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാൻ നേരത്തിൽ ഇത് മധുബാല ബ്ലൗസിൻ്റെ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ട്രൈ ചെയ്ത്. യു ആർ കമ്മിങ് ഫ്രം ബാംഗ്ലൂർ? യാ, ഐ എം ഫ്രം ബാംഗ്ലൂർ. ഓക്കെ. ഈ ഒരു കളേഴ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം? This color, I had a saree. From that saree, I have made this garment. Oh, you are just a transformation. Yeah, a saree. This is one saree. Okay. I was not using it. Just I Okay. cut this. Okay. Good. Good. എൻ്റെ പേര് സേത. ഞാൻ ഫസ്റ്റ് ഇയർ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. ഞാൻ ഹാസൻ നിന്നാണ് വന്നത്. ഈ ഒരു വിയർ ഏതാ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത്? ബ്രൈഡൽ തീം ചെയ്തത്. ബ്രൈഡൽ തീംസ് ആണ് ചെയ്യുന്നത്. ബ്രൈഡലാണോ കൂടുതൽ ഇഷ്ടമായിട്ട് ചെയ്യുന്നത്? അതെ. ഇത് ഏത് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്? മാം ജോർജറ്റ് ആൻഡ് വെൽവെറ്റ്. വെൽവെറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിരുന്നോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്? ഓക്കെ മാം. ഓക്കെ ആയിരുന്നു. ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഓൾറെഡി അങ്ങനെ വാങ്ങിച്ചതാണോ മെറ്റീരിയൽസ്? എല്ലാം ഞാൻ ചെയ്തത് മാം. ഫുൾ താഴെയുള്ള ഫുൾ താഴെ എല്ലാം ഇല്ല, മിറർ വർക്ക് ഇതെല്ലാം ഞാൻ ചെയ്തത്. മിറർ വർക്ക് ഫുൾ അല്ലേ? അത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല? ചെയ്തിട്ടില്ല മാം, ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? ഒന്ന് തിരിയാമോ? ടേൺ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. Good afternoon. I'm Ashika, coming from Bangalore, and this is the theme based on Anne Magnolia flower, and I choose like Indo-Western pattern and the train pattern on the back side and full umbrella, and it is all are my handmade flowers, every petal, and I choose an hand embroidery on the bottom. And okay, pearls and wood. The material? It's a gown satin, and the flowers I taken Jimmy Choo and organza. Okay, thank you. Thank you, ma'am. Thank you. And specially thank to ma'am, Smriti ma'am, because the video she is sharing with us very clearly. No doubts about any topics. So I am the first doing this gown without knowledge anything when I am starting this gown. So this is very helpful. I am very thankful to ma'am. Thank you. എൻ്റെ പേര് അശ്വതി. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. 1 year ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. എൻ്റെ മോഡൽ മഞ്ജുഷ. ഓക്കെ, ഇത് എന്തിൻ്റെ ബേസിലാണ്, എന്താണ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ സ്കേർട്ടും ടോപ്പും ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. സ്കേർട്ടും ടോപ്പ് പാർട്ടി വെയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ജാക്കറ്റും കൂടെ. ഓക്കെ, തീം എന്തായിരുന്നു? തീം ഫ്ലവർ ആയിരുന്നു. ഫ്ലവറിനെ ഉള്ളൂ, എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ അതിന് ഈ എംബ്രോയിഡറി മെറ്റീരിയൽ എടുത്തന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഗുഡ്. താങ്ക് യു. എൻ്റെ പേര് നീതു. ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ്
നിന്നാണ് വരുന്നത്. ഞാൻ ചെയ്യുന്നത് 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. ഓക്കെ, ഇത് എന്തായിരുന്നു ചേച്ചി തീം? ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു പർപ്പിൾ റോസ് ഫ്ലവറിൻ്റെ തീമാണ് ചെയ്തേക്കുന്നത്. പർപ്പിൾ റോസ് ഫ്ലവർ. ഓക്കെ, ഈ റഫൽസ് ഒക്കെ ചെയ്യാനായിട്ട് ഏത് മെഷീനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ പവർ മെഷീനായിരുന്നു ചെയ്തത്, ഉഷയുടെ പവർ മെഷീൻ. ഓക്കെ ഓക്കെ. എങ്ങനെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പം സീക്വൻസ് അല്ലേ? അതെ. മെറ്റീരിയൽസ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുഴപ്പമില്ല. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സ്മൃതി മിസ്സിനെ അടുക്കൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ഇത് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല. അതിന് മുമ്പ് ഞാൻ ചെയ്തു. ഒന്ന് ടേൺ ചെയ്യാമോ? ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ലൈനിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈനിങ് ഫസ്റ്റ് ഫാബ്രിക് സാറ്റിനാണ് യൂസ് ചെയ്തേക്കുന്നത്, സെക്കൻഡ് ഫാബ്രിക് കോട്ടൺ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇന്നത് കൊടുത്തിരിക്കുന്നത് അല്ലേ? ശരി. മോഡൽ കംഫർട്ടബിൾ ആണോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. Good evening to all. My name is Veena and I am coming from Muachpura. ഞാൻ ഒരു ടീച്ചറാണ്. തൊടുപുഴ അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു 10 years ആയിട്ട് ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്. ബട്ട് സ്മൃതി മാമിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു റിയൽ ടീച്ചർ എന്നത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. മിസ്സിൻ്റെ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പഠിച്ചു. കാരണം എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ, എങ്ങനെയായിരിക്കണം ഒരു കുട്ടിയെ കെയർ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി മിസ്സിൻ്റെ ക്ലാസ്സിൽ നിന്ന്. ഓക്കെ, താങ്ക് യു മിസ്, താങ്ക്സ് ലോട്ട്. അതുപോലെ ഒരു ഡിസൈനർ ആവണം എന്നത് എൻ്റെ ഡ്രീം അല്ലായിരുന്നു. പക്ഷേ മിസ്സിൻ്റെ ക്ലാസ്സിലൂടെയാണ്, തയ്ക്കാൻ ഇഷ്ടമായിരുന്നു ഒരുപാട്, പക്ഷേ മിസ്സിൻ്റെ ക്ലാസ്സിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യാം എന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു റാമ്പ് വർക്ക് എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ച ഒരാളല്ല. ഞാൻ പേടിയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ഓൾറെഡി മാമിൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. പിന്നെ മാം തന്ന വിശ്വാസം, ആ ധൈര്യം, അതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്കിവിടെ പങ്കെടുക്കാൻ പറ്റിയത്. താങ്ക്സ് ലോട്ട് മാം, താങ്ക് യു സോ മച്ച്. ഡിസ്കസ് ചെയ്താണോ? ഞാൻ മാമുമായിട്ട് പറഞ്ഞത്, അപ്പോഴും ഫുൾ പിങ്ക് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പിങ്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ലാസ്റ്റ് ടൈം കുറച്ച് കറക്ഷൻസ് വന്നു. മാമുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒരു ലാസ്റ്റ് 3 days മുമ്പാണ് ആക്ച്വലി ഇന്ന് ഫൈനലൈസ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ധന്യ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ടെക്നോ പാർക്ക് കേരള നോളജ് എക്കണോമി മിഷനിൽ കരിയർ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഫാഷൻ ഡിസൈനിങ് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ക്ലാരിറ്റി, ഭയങ്കര ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സ്മൃതി മാമാണ്. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളൊരു ഡിസൈൻസൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകും. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇത് പഠിച്ചതിന് ശേഷം തോന്നുന്ന ഫീലെന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് എനിക്ക് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഒരു മോഡലിനെ ഞാൻ ഒപ്റ്റ് ചെയ്യാതിരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സമയം കുറച്ച് കുറവായിരുന്നു. കുറച്ചും കൂടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കൈകൊണ്ട് സ്വന്തമായി ഡിസൈൻ ഹാൻഡ് വർക്ക് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ഇതിൽ ആപ്ലിക് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് ചൂസ് ചെയ്യുന്നത് തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ടൈം എടുക്കുമെങ്കിലും പക്ഷെ അത് സെലക്ട് ചെയ്യുക, അത് എവിടെ പ്ലേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? തീം സെലക്ട് ചെയ്തിരിക്കുന്നത് ലാവണ്ടർ ഫ്ലവർ ആണ്. അപ്പം ഫ്ലവർ മാത്രമല്ല, ഈ ഒരു കളറും കുറച്ച് റെയർ ആയതുകൊണ്ട് ഈ കളറും കൂടി റെപ്രസെന്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിലൗട്ട്സ് യൂസ് ചെയ്യാനുള്ള കാരണം ഗൗൺ ഏതാണ്? ഈ ഒരു ഗൗൺ തന്നെ എനിക്ക് പൊതുവെ ഈ ഒരു പാർട്ടി വെയർ ടൈപ്പ് ഇങ്ങനെ ഉള്ള ഡ്രസ്സിനോട് കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അപ്പം എനിക്കും കൂടെ കംഫർട്ടായ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ജിൽജ മനോജ്, തൃശ്ശൂരിൽ നിന്ന് വരുന്നു.
2 ഇയർ ഡിപ്ലോമയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള എന്താ ഇൻസ്പയർ ചെയ്തത്? എനിക്ക് ഫ്ലവറിൻ്റെ ഇത് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഈ ഫ്ലവറൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ നെറ്റിൻ്റെ ഫ്ലവറൊക്കെ വാങ്ങിച്ചതാണ്. ഇതായിട്ട് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണോ അതോ നമ്മൾ നെറ്റിൻ്റെ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇതാണ്. ഓക്കെ, മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റിൻ്റെ ആണ്, അടിയിൽ സാറ്റിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്. ഇത് 20 മീറ്റർ നെറ്റിൻ്റെ ചെയ്തിരിക്കുകയാണ്. എത്ര ദിവസം എടുത്തു ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ? 3 രാത്രി 3 പകലും എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഒരു മോഡലായിട്ട് ഇറങ്ങാൻ പറ്റിയതിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്മൃതി മിസ്സിനോട് ആദ്യമേ ചോദിച്ചൊക്കെ ചോദ്യം ഇതായിരുന്നു, എനിക്ക് അങ്ങനെ പറ്റുമോ? അപ്പോൾ ആൾ പറഞ്ഞതും പറ്റും, ആ ഒരൊറ്റ ഉറപ്പിലാണ്. മിസ്സ് തന്നൊരു ഉറപ്പ്. ഇവിടേക്ക് വരുമ്പോഴും ആദ്യം എനിക്ക് ആഗ്രഹം മിസ്സിനെ ഒന്ന് കാണുക, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഇപ്പോഴും ചോദിച്ചാൽ മിസ്സിനെ കണ്ടതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഈ സ്റ്റേജിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയത് ദൈവത്തിന്. ഓക്കെ, നമുക്ക് ഈ ഒരു അവസരം കിട്ടിയതിൽ ഏറ്റവും അല്ലേ, അതാണ് ഇപ്പം ഞാൻ എല്ലാവരുടെയും ഇപ്പം മോഡൽസും ഡിസൈനേഴ്സും ഒരുമിച്ച് ഇറങ്ങിയവരെയാണ് ഏറ്റവും കൂടുതൽ ക്ലാപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു ടൈം നമുക്ക് എല്ലാവരും ഈ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഒതുങ്ങി വീട്ടിൽ ഇരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്പേസ് അത് മാക്സിമം യൂസ് ചെയ്ത് എല്ലാവർക്കുമാണ് ഒരു ബിഗ് സാല്യൂട്ട്. ഓക്കെ, ഇതിലൊരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് 40 വയസ്സുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏജിൽ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ബോട്ടിക്ക് തുടങ്ങണം എന്നും കുറച്ച് പേരിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്ത് ആരെന്ത് പറഞ്ഞാലും ഞാൻ ആവുമെന്ന് മിസ്സിന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. എല്ലാവരുടെയും മുമ്പിൽ തെളിയിച്ച് കാണിക്കുക, നല്ലൊരു ഡിസൈനറായിട്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ആദ്യം നമ്മുടെ ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക, അവർ നമ്മളോടൊക്കെ ചോദിക്കുക. ഇതാണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻറ്റ്. അതിപ്പം ജിൽഷ അല്ലേ, ജിൽജ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു മാം. എൻ്റെ പേര് അനുശ്രീ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നത്. കൊല്ലത്തുനിന്നല്ലേ? ഓക്കെ, ഇത് സെലക്ട് ചെയ്തിരിക്കുന്ന തീം എന്തായിരുന്നു? സൺഫ്ലവർ തീംസ്. സൺഫ്ലവർ ആണ്. ബ്ലാക്ക് അതിലേക്ക് വരാനുള്ള കാരണം? ബ്ലാക്കിനകത്ത് സൺഫ്ലവർ കൂടുതൽ കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആക്കാം എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സിലൗട്ട്സ് എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഫിഷ് കട്ട് മോഡൽ സിലൗട്ട്സ് സെലക്ട് ചെയ്തത്. ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പം നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. എൻ്റെ പേര് റിൻസിയ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ മാരീഡാണ്. അതുപോലെ തന്നെ 8 വർഷമായി ഞാൻ ഡിവോഴ്സായിട്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കുട്ടികൾ വെച്ച് നീ എന്താ ചെയ്യാന്ന് എന്നോട് ചോദിച്ചു. ഞാനത് തെളിയിച്ചു. എനിക്കത് തെളിയിക്കാൻ സാധിച്ചു. അതിന് എൻ്റെ മിസ് എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ എത്തേണ്ട സ്റ്റേജിൽ ഞാൻ എത്തി. എനിക്ക് ഇത് ഞാൻ സ്വന്തമായി ചെയ്തു. എനിക്കിത് ചെയ്യാൻ പറ്റി. എൻ്റെ മക്കൾ എനിക്കിപ്പോൾ ഇതിലൂടെ ഒരു വരുമാനത്തിന് ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ മക്കളെ നോക്കണം. എനിക്ക് അവരെ പുറത്താക്കില്ല, അല്ല വീട്ടിലാക്കിയിട്ട് എങ്ങും പോകണ്ട. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു ബിസിനസ് എൻ്റെ മിസ് എന്നെ എത്തിച്ച് തന്നു. അതിന് മിസ്സിനോട് ഒരുപാട് നന്ദി. ഓക്കെ, എന്തായിരുന്നു തീം എടുത്തിട്ടുണ്ടായിരുന്നേ? ഓർക്കിഡ് ഫ്ലവറും ബട്ടർഫ്ലൈയും. ബട്ടർഫ്ലൈനെ എനിക്ക് വിടാൻ പറ്റിയില്ല, പൂവിനെ വിടാൻ പറ്റിയില്ല. ഓക്കെ, ആ ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്ന ആര്യ വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഫുള്ള് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ബീഡ്സ് ആണല്ലേ? ഏത് ബീഡ്സാ? റൗണ്ട് ബീഡ്സ്. റൗണ്ട് ബീഡ്സ് ആണല്ലേ? ഓക്കെ, ഒന്ന് ടേൺ ചെയ്യാമോ? ഓക്കെ ഓക്കെ, സ്വയമായിട്ട് തന്നെ ചെയ്ത് ഇടുമ്പോൾ അതെ അതെ നമ്മൾ തന്നെ മോഡലായി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് വലിയൊരു കാര്യമല്ലേ? ഇപ്പം കൂടുതലും ഓൺലൈനിലൊക്കെ വരുമ്പോഴത്തേക്ക് മോഡൽസിനെ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ തന്നെ ഒരു മോഡലായില്ലേ, അപ്പൊ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. ഒരു റിവെഞ്ചും കൂടെ ആയിരുന്നു മാഡം. നല്ല കാര്യം, നല്ല കാര്യം. വീട്ടിൽ നിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചപ്പോ എനിക്ക് ചെയ്യാൻ പറ്റി, ഞാൻ കാണിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ ആരുടെങ്കിലും മറുപടി പറയാൻ നിൽക്കരുത്, അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.
പേര് മറിയം മേഴ്സി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ചെയ്തത്. ഞാനൊരു നേഴ്സാണ്. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് യൂട്യൂബിൽ സ്മൃതി മാമിൻ്റെ ക്ലാസ്സുകൾ കേട്ടത്. മാമിൻ്റെ സൗണ്ട് മുതൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് അവിടെ നിന്നാണ് ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ 6 മന്ത്സ് കോഴ്സാണ് ഫസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ മാമിനെ വിളിച്ചു. എനിക്ക് ഒരു മെസ്സേജ് ചെയ്തു, എനിക്കിതൊന്നും കൂടെ കണ്ടിന്യൂ ചെയ്യണം, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ മാമിനോട് പറഞ്ഞു ഓക്കെ, അവിടുന്ന് ബാക്കിക്ക് കണ്ടിന്യൂ ചെയ്തോ, 1 ഇയറിലേക്കോ 2 ഇയറിലേക്കോ ഇത് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഓരോ ദിവസവും എനിക്ക് ക്ലാസ് കേട്ടില്ലെങ്കിൽ, എത്ര സമയമില്ലെങ്കിലും ഏതെങ്കിലും ഒരു ക്ലാസ്സോ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോസോ മാമിൻ്റെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഒത്തിരി താങ്ക്സ് മാം. പിന്നെ ഈ വേദിയിലേക്ക് ഇറങ്ങാൻ സാധിച്ചതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് അതിലേക്ക് ഇറങ്ങേണ്ടി വന്നത് തന്നെ ഈ ഒരു കോഴ്സിന് വന്നത് കൊണ്ടാണ്. ഇങ്ങനെ എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റിയത് ഒരു സദസ്സിൻ്റെ മുന്നിൽ. ഒത്തിരി ഒത്തിരി നന്ദി. തീം ഏതായിരുന്നു? പാരറ്റ്. ഓക്കെ. പിണ്ടക്കല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ, പിണ്ടക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എത്ര ദിവസം എടുത്തു പിണ്ടക്കൊക്കെ ചെയ്യാനായിട്ട്? ഏകദേശം തീർക്കാൻ 2-3 ദിവസം മതിയായിരിക്കാം. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു 12 അല്ലെങ്കിൽ 11 ആകുമ്പോഴേ ഇതിനകത്തേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു 1 o'clock വരെയൊക്കെ. പക്ഷേ ഓരോ പാർട്ടേ തീർക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം വീണ്ടും എടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു ഡിസൈന് ചെയ്യാനുള്ളത് എന്താ ഇൻസ്പയർ ആയത്? സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? ഞാൻ മാമിൻ്റെ തന്നെ കുറച്ച് കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നേ ഇട്ടതും ഒക്കെ ആയ കുറച്ച് ഫാഷൻ ഷോയുടെ സാധനങ്ങൾ കണ്ടു. അതിനുശേഷം ഓരോ വീഡിയോസ് എടുത്ത് കണ്ട് യൂട്യൂബിൽ പുറത്തത്തെ ആൾക്കാർക്ക് എന്താ ചെയ്തേക്കണേന്ന്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഒരു ഫ്രോക്കിലേക്ക് ഒതുങ്ങണ്ടല്ലോ, ഫ്രോക്ക് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണതല്ലേ, അപ്പം ഇങ്ങനെ ഒരു പാറ്റേണിലേക്ക് എത്താമെന്ന് തോന്നി. ഫാഷൻ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫീൽഡിലാണ്. അപ്പോൾ നമ്മൾ എന്താ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ മോഡലുകൾ ഡിസൈൻസ് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു മോഡലും ഇനിയും കയറി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ മാം, താങ്ക് യു ഓൾ. ഹായ്. സെലക്ട് ചെയ്തിരിക്കുന്ന തീം എന്താ? ഞാൻ മൊണാർച്ച് ബട്ടർഫ്ലൈ ആണ് സെലക്ട് ചെയ്തിരിക്കുന്ന തീം. ഓക്കെ. പേരെങ്ങനെയായിരുന്നു? ഹന്ന മൈക്കിൾ. ഹന്ന. ഓക്കെ. ജസ്റ്റ് ഈ എങ്ങനെയാ അത് ചെയ്തിരിക്കുന്നത്? ഡ്രേപ്പിംഗ് ആ ഒരു ഫീലാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ. ഫിനിഷിങ് അപ്പോൾ എങ്ങനെയാ? സൈഡിലൂടെ തയ്ച്ചിട്ടേ ഉള്ളൂ. ഡ്രേപ്പ് ചെയ്തിട്ട് ഹാൻഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ മെഷീനിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ചെയ്തിരിക്കുന്ന എംബ്രോയിഡറീസ് ഒക്കെ ആക്ച്വലി എൻ്റെ മെയിൻ തീം ഇതായിരുന്നു. ഞാൻ ഇതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കിതിലേക്കൊക്കെ ഐഡിയ വന്നത്. അപ്പം എംബ്രോയിഡറി ആയിരുന്നു എനിക്ക് ചെയ്യണം എന്ന് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബട്ടർഫ്ലൈയിലേക്കൊക്കെ സെലക്ട് ചെയ്യാൻ വരുന്നത്. അപ്പം ഒരു കളർ തീമും ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് റെസ്റ്റോറൻറ്റ് ഷെയ്ഡ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതിൽ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈയിലേക്ക് എത്തിയത് ഐഡിയ. ഓക്കെ. ഗുഡ് കളർ കോമ്പിനേഷൻസ്. താങ്ക് യു. താങ്ക് യു. ഹസ്ബൻഡാണ് കൂടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തീം എന്തായിരുന്നു? തീം തീം ഫിഷ്. ഏത്? ഗപ്പി ഫിഷ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എന്താ ഗാർമെന്റിന്റെ ഔട്ട്ലൈൻ എന്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? എനിക്കിങ്ങനെ മെർമെയ്ഡ് പോലെ ഫീൽ ചെയ്തു. സെലോട്ട്സ് മെർമെയ്ഡ് പോലെ അങ്ങനെ വല്ലതും ആണോ? അങ്ങനെ ഫിഷ് എന്ന് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ചെയ്തിരിക്കുന്നത് ഫ്ലവർ ബൈ ഹാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന സീക്വൻസും പിന്നെ ക്രിസ്റ്റൽ ബീഡ് അത് ചെയ്തതാണോ? ഹാൻഡ് വർക്കാണോ? മേളിലോട്ട് അതെല്ലാം ഹാൻഡ് വർക്കാണ് അല്ലേ? ഓക്കെ. ഒന്ന് ടേൺ ചെയ്യാമോ? ഓക്കെ. താങ്ക് യു. എൻ്റെ പേര് തുമ്പി എസ് നായർ. എൻ്റെ സ്വന്തം സ്ഥലം തകഴിയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളം. ഞാനിപ്പം ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് 1 ഇയർ കോഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ. ഏതായിരുന്നു ചേച്ചി തീം?
പേൾ റോസ് ആണ് തീം. പേൾ റോസാ. ഹാൻഡില് ഫുള്ള് പെറ്റൽസ് എല്ലാം അല്ലേ? പെറ്റൽ അല്ല അല്ലേ? റോസസ് ഉണ്ടാക്കിയിട്ട് നെറ്റില് നമ്മൾ റോസ് ചെയ്തിട്ട് പേൾ ഒരു ഇത് കൊടുത്തു. ഓക്കെ. മോഡലായിട്ട് വന്നിട്ടുള്ളത് ഫസാന. ശരി ശരി. അപ്പം മെഷർമെന്റ്സ് ഒക്കെ നേരത്തെ എടുത്തിട്ട് ചെയ്തിട്ട് എത്ര പ്രാവശ്യം ഫിറ്റിംഗ് നോക്കിയിട്ടുണ്ട്? ഞാൻ ഒരു പ്രാവശ്യം ഫിറ്റിംഗ് നോക്കിയിട്ടുള്ളൂ. നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ട് വന്ന് ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടി വന്നില്ല. വളരെ കറക്റ്റ് ആയിരുന്നു. ഡിസൈൻസ് ഈ ഒരു ഇതിലാക്കാൻ എന്തെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടോ? എനിക്ക് എന്തായിരുന്നു? പേൾ റോസ് ആണ്. പേൾ റോസ്. എനിക്ക് പാർട്ടി പിങ്ക് കളർ, എനിക്ക് 2 ഗേൾസ് ആണ് ഉള്ളത്. അപ്പം എനിക്ക് പിങ്ക് കളർ വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് കൂടുതൽ ചെയ്യുന്ന കുട്ടികൾക്ക് റോസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിച്ച് ചെയ്യാറുണ്ടോ? ശരിക്കും എൻ്റെ ഫീൽഡ് മൈക്രോബയോളജിയാണ്. ഞാനപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഭയങ്കര ചെറിയ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിച്ചിങ്, അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ സെൽഫ് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് ഡ്രസ്സ് ഇടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രേക്ക് എടുത്ത സമയത്താണ് മാമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ കോഴ്സ് ഫസ്റ്റ് 6 month കോഴ്സാണ് ഞാൻ ജോയിൻ ചെയ്തത്. ദെൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ 1 year ചെയ്തു. 2 yearലോട്ട് പോന്നോ? സമയക്കുറവുകൊണ്ടാണ്, പക്ഷെ വളരെ ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. Next is program conducting certificate distribution. Once again, Smriti ma'am will distribute the certificates. Revati TB, Steffi K. John, Susmita Shantini PS, Fatima Sahadia MA, Sharina, Neetu Mol, PS, Tumbi S. Nair, Anna Michelle, Danya George, Prati TL, Anusri V, Mariama PK, Veena KR, Ashika S, Saida Bano, Fia M. The 4th position goes to chess number 145. The 3rd prize is backed by 140. To announce the 2nd and 1st. ജഡ്ജ്മെൻറ്റ് വളരെ പാടായിരുന്നു. ഇപ്പം ഇതിൽ 1st, 2nd, 3rd, 4th ഒന്നും നോക്കണ്ട, എല്ലാവരുടെയും വളരെ ഭംഗിയായിരുന്നു. ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക്, അതായത് ഫിനിഷിങ് ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് തന്നെ നല്ല എന്താ പറയുന്നത് ഫിനിഷിങ്, അതിൻ്റെ സൈഡ് സീമൊക്കെ ഞങ്ങൾ നോക്കിയ സമയത്ത് കറക്റ്റാണ്, പക്കയാണ്. ഇത്രയ്ക്കും ഓൺലൈനിൽ എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ല ഫിനിഷിങ്, നിങ്ങൾക്കൊരു ഗൈഡ് കിട്ടുന്നത് പോലും ഓൺലൈനായിട്ട് എത്ര ഭംഗിയായിട്ട് ഇടുന്ന എല്ലാവർക്കും നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ഒരാളെ സെലക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് 1st, 2nd ഒരു ഇത് അനൗൺസ് ചെയ്യണമെന്നുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ ചെയ്തിരിക്കുന്ന ഗാർമെൻറ്റ് ക്രിയേറ്റിവിറ്റി, ഇവരുടെ തീം, അതായത് ഏത് തീമാണ് അവർ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മൂഡ് ബോർഡിൻ്റെ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ഇവർ ചെയ്യുന്ന വർക്ക് മെറ്റീരിയൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കംഫർട്ടബിൾ ആണോ, ഇങ്ങനത്തെ കുറേ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരുടെയും നല്ല ഭംഗിയായിരുന്നു. ഒരാളെ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞങ്ങൾ പറയേണ്ടി വന്നത്. 2nd round goes to chess number 126. Second prize is backed by chess number 126, and I invite our chief guest Punnu Anna Manu to announce the first prize and crown the winner. ഒരു വലിയ ദൗത്യമാണ് എന്നെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാനിത് അനൗൺസ് ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ടുള്ള നമ്മൾ ആദ്യം മുതൽ കണ്ട എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ഞാൻ വീണ്ടും പറയണം, ഓൺലൈനിൽ ഇത്രയും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്മൃതിയുടെയും അതുപോലെ തന്നെ പഠിച്ച എല്ലാ കുട്ടികളുടെയും നല്ലൊരു ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 136.
will be awarded by our chief guest, Ponnu Anna Manu. Our chief guest, Ponnu Anna Manu, along with Smriti will award the first prize winner. Sash will be put by Sandhya Miss. Ma'am, I welcome you to the stage. And our first prize winner, chest number 136, will be crowned by our chief guest, Ponnu Anna Manu. Everybody give a big round of applause, please. I welcome the designer to the stage, Susmita. I request the model, our chief guest and Smriti ma'am to hand over the memento to the designer. ഒന്ന് കൈയടിച്ചേ, ഇത്രയും കൈയടിയുള്ളോ? The first runner up. Number 145. Congratulations, guys. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, come on. Third prize winner. Chest number 126 bags the second prize. The second prize winner will be crowned by our chief guest, Ponnu Anna Manu. Okay, designer is not present here. നമ്മുടെ ഡിസൈനർ US-ലാണ്. അപ്പം സ്മൃതി മാം നമ്മുടെ ഡിസൈൻ മോഡലിന് മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. One, 5, 4. ഡിസൈനർ ഇവിടെ ഉണ്ടോ? 4. Chest number 1108. Special Jury Award. Your judge, Sandhya Kalama. Thank you, ma'am. Thank you for being a part of this event.
this is the end of our event. Thank you everybody. Thank you so much.